നമ്മുടെ ജീവിതത്തിൽ നിസ്കാരം ഒഴിവാക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു സമയം മരണമാണ്. മരണസമയത്ത് നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ടു പോകും. നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുന്നുണ്ടോ എങ്കിൽ മരണസമയത്ത് കലിമത്തു ഷഹാദ ചെല്ലാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ മരണം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നല്ല മരണമാകണം എന്നില്ല. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. യാത്രയിലാണെങ്കിലും രോഗിയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമാണ്. ആ നിസ്കാരം നല്ല രൂപത്തിൽ 5 വക്ത് നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. നിസ്കാരം ഒഴിവാക്കാത്തവരുണ്ടല്ലോ, നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അവന്റെ ജീവിതത്തിൽ ബറക്കത്തിന്റെ ഒരു കുറവും ഉണ്ടാവുകയില്ല. അവനൊരു പട്ടിണിയും ഉണ്ടാവുകയില്ല. അവൻ കച്ചവടക്കാരനാണോ, അവന്റെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുകയാണ്. അവൻ ഏത് ജോലിക്കാരനാണോ, ഏത് ജോലിയിലാണെങ്കിലും അല്ലാഹു ബറക്കത്ത് നൽകുകയാണ്. അവന്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ കാണാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ മഹദിയെ വിളിച്ചിട്ടാണ് ഹബീബായ തങ്ങൾ നിസ്കരിക്കാൻ പോകുന്നത്. അതും ഫർള് നിസ്കാരത്തിനല്ല, തഹജ്ജുദിന് വേണ്ടിയിട്ട് ഹബീബായ തങ്ങൾ ഫാത്തിമ ബീബിയെ വിളിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് പോകുന്നത്. അതാ അവിടെ നിസ്കരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഫർള് നിസ്കാരം ഒഴിവാക്കാനുള്ള ഒരു വകുപ്പും നമുക്കില്ല. നമ്മുടെ ജീവിതത്തിൽ നിസ്കാരം നിലനിർത്തുന്നവനാണോ എങ്കിൽ ബറക്കത്തിന് ഒരു കുറവും ഉണ്ടാവുകയില്ല. നമ്മുടെ പള്ളിയിൽ കൃത്യമായിട്ട് നിസ്കരിക്കാൻ വരുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ബറക്കത്തിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അല്ലാഹു ബറക്കത്ത് നൽകും. അവന്റെ വീട്ടിൽ പട്ടിണി ഒരിക്കലും ഉണ്ടാവുകയില്ല. അവ ചില ആളുകളൊക്കെ ചോദിക്കും, ഉസ്താദേ ഞാൻ 5 വക്ത് കൃത്യമായിട്ട് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നു, എനിക്കും പട്ടിണിയാണ്, പ്രയാസമാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ കുടുംബത്തിൽ ഭാര്യ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ എന്നുകൂടെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. ഭാര്യ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. അവരോട് നിസ്കരിക്കാൻ പറയേണ്ട ഒരു ബാധ്യത നമുക്കുണ്ടോ? നമ്മുടെ മക്കൾ തൊട്ടപ്പുറത്തെ റോഡിൽ കിടന്നുറങ്ങുകയായിരിക്കും. കുട്ടികൾ